ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കളങ്കാവൽ മൂവി കണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതേപോലെ ആ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഹുക്ക് ചെയ്തത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം മമ്മൂക്കയും ഓപ്പോസിറ്റ് വിനായകനും വരിക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു പെർഫോമൻസ് എന്നുള്ളതായിരുന്നു പടം കാണാനുള്ള ഒരു വലിയൊരു ഹുക്കിംഗ് പോയിന്റ്. നമ്മൾ ഇന്നലെ രാത്രിയാണ് ഷോക്ക് കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബുക്കിംഗ് ഒക്കെ എപ്പോഴും ഫുള്ളാണ്. പടത്തിന് അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു. ജിതിൻ കെ ജോസാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ജിതിൻ കെ ജോസും അതുപോലെ ജിഷ്ണു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു പുള്ളിയുമാണ് ഇതിൻ്റെ കോ റൈറ്ററായിട്ട് വരുന്നത്. പടത്തിൻ്റെ ഒരു ട്രാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കേസ് അത് ബേസ് ചെയ്തിട്ടൊരു അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥിരം മെത്തേഡ് ഉണ്ടല്ലോ, അതിനെ ഇവർ സ്ക്രീൻ പ്ലേ കൊണ്ട് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു സ്ഥിരം റൂട്ടാണ്. എന്താണ് ഒരു കേസ് നടന്നാലുണ്ടാവുക, അതിനുശേഷം ഉണ്ടാവുന്ന ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരം പല പടങ്ങളിലും കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനെ എങ്ങനെ പുതുമയാക്കി പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മമ്മൂക്ക എന്ന ആക്ടർ, പുള്ളി വിഷയമാണ്, ഒന്നും പറയില്ല കഴിച്ചു. അതായത് ഒരു ആ ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്ക് കൂടുതൽ ഇതിനെ പറ്റി പറയാൻ കഴിയില്ല, പക്ഷെ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാനൊന്നുമുണ്ട്. അത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കും, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് കൊടുത്ത ക്യാരക്ടർ എത്ര വൃത്തിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആക്ടർ അതേപോലെ ലിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ കോംബോ വർക്കാവുള്ളൂ. കാരണം ഒരു നായകൻ വില്ലൻ എന്നുള്ള സംഭവം വരുമ്പോൾ രണ്ടുപേരും കട്ടക്കാണ് ഈ പടത്തിൽ വന്നിട്ടുള്ളത്. വിനായകൻ മത്സരിച്ച് അഭിനയിച്ചിട്ട് തന്നെയുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. മമ്മൂക്ക എങ്ങനെ അഭിനയിക്കുന്നു അതേപോലെ വിനായകനും പിടിച്ചിട്ടുണ്ടോ. അപ്പം അത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം മമ്മൂക്ക പോലെ ഒരു ആക്ടറിന്റെ ഒപ്പം അഭിനയിച്ച ഒരു ലെവലിൽ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. പുള്ളിയുടെ ഓറ അങ്ങനെയാണ്. പിന്നെ പറയേണ്ടത് പടത്തിലെ മ്യൂസിക്കാണ്. മ്യൂസിക് മുജീബ് മജീദ് ബ്രോ, ഗ്രേറ്റ് ജോബ് ബ്രദർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രാക്കുകളാണ് പടത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പലരും ഇളയരാജയുടെ ട്രാക്കുകൾ പല സിനിമകളിലും കോപ്പി ചെയ്തിട്ട് അത് വെച്ച് പല കേസുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ സമയത്താണ് ഇവർ സ്വന്തമായിട്ട് അതുപോലത്തെ ഒരു ട്രാക്കുകൾ ഇവർ സ്വന്തമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തു. അതായത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയരാജയുടെ മ്യൂസിക് പോലെ ചെയ്തു എന്നല്ല, ഈ 90s കാലത്തെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ ഒരു ഫ്രഷ്നെസ് ഇതാണ്. പഴയ പാട്ടുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു ഫീലാണ്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ ഇവർ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ്ങുമാണ്. അതേപോലെ അത് മ്യൂസിക് ചെയ്തത് ചലഞ്ചിങ്ങാണ്, അതിൻ്റെ അനുസരിച്ച വരികൾ റൈറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. വിനായക ശശികുമാർ എന്ന് പറയുന്ന റൈറ്റർ, അല്ല ലിറിസിസ്റ്റ്, പുള്ളി എന്താ പറയുക, എന്ത് ടൈപ്പ് ജോണറിലാണെങ്കിലും പുള്ളിയുടെ ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ലിയർ മാച്ചായിട്ടുള്ളൊരു മീറ്റർ പിടിച്ചിട്ട് മൂപ്പര് എഴുതും. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ഇതുണ്ടാവും, എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ റൈറ്റിങ്ങിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്, ഒരു ടെംപ്ലേറ്റ് ഒരുവിധ റൈറ്റേഴ്സിനൊക്കെ ഉണ്ട്. ലൈക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പല ലിറിസിസ്റ്റുകളും അവരുടെ ഒരു സ്ഥിരം റൂട്ടിലൂടെയാണ് പോവുക. പക്ഷെ വിനായക ശശികുമാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ജെൻസി ലെവലിലുള്ള ലിറിക്സ് വേണമെങ്കിൽ അങ്ങനെയും മൂപ്പർ എഴുതും. അതുപോലെ പഴയ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. 90s കാലത്തെ ഒരു ഫീല് തരുന്ന രീതിയിൽ അതേ ഒരു ട്രാക്കിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് പുള്ളി. അത് ഭയങ്കര ബ്രില്യൻ ജോബായിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പടം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും. ഇതിൻ്റെ ഒരു ഒഴുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് വലിയൊരു നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു ത്രില്ലർ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ത്രില്ലർ എന്നൊന്നുമല്ല പടത്തിനെ പറ്റി പറയാനുള്ളത്. പടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിടി കിട്ടും, ഇത് ഇങ്ങനെയാണ് പോണത്, ഇതിൻ്റെ ഒഴുക്ക് ഇതാണെന്നല്ല നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാൽ കൂടി ഇത് എവിടെ കൊണ്ട് ഇവർ എത്തിക്കും എന്നുള്ളത് നമ്മൾ വലിയൊരു ക്യൂരിയോസിറ്റിയിൽ കൊണ്ടുപോയി നിർത്തും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ക് പിടികിട്ടി, ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇനി ഇത് എങ്ങനെയായിരിക്കും ഇവർ എൻഡ് ചെയ്യുക, ആ ഒരു തോട്ട് നമ്മളെ ആ ഒരു എൻഡിങ് വരെ, ക്ലൈമാക്സ് വരെ ഇവർ എത്തിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ നല്ലൊരു അടിപൊളി എൻഡിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല രീതിക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പടം.
പിന്നെ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ. മാരകമായ വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ പടത്തിനെ പറ്റി പറയുന്നില്ല. ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു ഡീസൻറ്റ് ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയൂ. നമുക്ക് കേൾക്കാം ആർക്കൊക്കെ എന്തൊക്കെ രീതിയിലാണ് പടത്തിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെയും വിഷൻ ഡിഫറെൻ്റ് ആണല്ലോ. ഓരോരുത്തരും കണ്ട് അറിഞ്ഞ ഒരു എക്സ്പീരിയൻസുകൾ നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടവർ പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. അതായത് ഒരു ഡീസൻറ്റ് ത്രില്ലർ. നല്ല പടങ്ങൾ ഒരിക്കലും അണ്ടർ റേറ്റഡ് ആയി പോകാണ്ടിരിക്കട്ടെ. ഈ പടമൊക്കെ അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കാണാത്തവർ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ബൈ ഗൈസ്. ബാക്കി കമൻറ്റ് ബോക്സിൽ കണ്ടവർ പറയും.